യെസ്, അപ്പോൾ മറ്റൊരു വാർത്ത അതിനും കൂടി പൂർത്തിയാകുമ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ, അതിന്റെ വിശദാംശങ്ങൾ, വിശദമായ റിപ്പോർട്ടുകൾ ഇതെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തുന്നു. മാത്രമല്ല ഒരുപാട് വർത്തമാനങ്ങളുണ്ട്, ഒരുപാട് കഥകൾ പറയാനുണ്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനുമുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിത. വെൽക്കം. വളരെ പെട്ടെന്ന് പ്രേക്ഷകർക്ക് നമ്മുടെ സ്ക്രീനിന്റെ ഭാഗമാകാനുള്ള ഒരു സമയമാവുകയാണ്. അതെങ്ങനെയാണെന്ന് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഒരിക്കൽ കൂടി പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോൾ ഒരു QR കോഡ്, ഈ കാണുന്ന QR കോഡ് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് സ്കാൻ ചെയ്യുക. അപ്പോൾ ഒരു ലിങ്ക് വരും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ Zoom പ്ലാറ്റ്ഫോമിലേക്ക് പോകും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല റേഞ്ചുള്ള ഇടത്ത്, വെളിച്ചമുള്ള ഇടത്തിരുന്ന് വിളിക്കണം. മാത്രമല്ല TV മ്യൂട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഒരു ലാഗ് വരും, അത് പിന്നെ ബുദ്ധിമുട്ടാകും. യെസ്, ഇപ്പോൾ കോഡ് സ്കാൻ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ നേരെ ഫേസ്ബുക്കിലേക്കും ഇൻസ്റ്റാഗ്രാമിലേക്കും പോവുക. അവിടെ 24-ന്റെ പേജിൽ ഈ QR കോഡ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ പോയി കഴിഞ്ഞാലും ഈ 1 മണിക്കൂർ നേരം പ്രേക്ഷകർക്ക് സ്കാൻ ചെയ്യാം, നമ്മളെ നേരിട്ട് വിളിക്കാം. നിങ്ങളുടെ വിശേഷങ്ങൾ നേരിട്ട് നമ്മുടെ 24-ന്റെ മാജിക് സ്ക്രീനിലേക്ക് എത്തി നേരിട്ട് അറിയിക്കാൻ ഉള്ള അവസരമാണ്. അപ്പോൾ ഇത് ചെയ്യുക. വി ആർ വെയിറ്റിംഗ് ഹിയർ. നമുക്ക് വാർത്തകളിലേക്ക് കടക്കാനുള്ള സമയമാണ്. അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിൽ നിന്ന് തന്നെ തുടങ്ങാം. തൊഴിൽ സമ്മർദ്ദം മൂലം കുഴഞ്ഞു വീണ് മരിച്ച അന്ന സെബാസ്റ്റ്യന്റെ മരണം അന്വേഷിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. സമഗ്ര അന്വേഷണം നടത്തി നീതി ഉറപ്പാക്കുമെന്ന് കേന്ദ്ര തൊഴിൽ സഹമന്ത്രി ശോഭ കരന്തലജെ അറിയിച്ചു. അന്നയുടെ മാതാവ് കമ്പനിക്ക് അയച്ച കത്ത് ചർച്ചയായതോടെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ ഇടപെടൽ ഉണ്ടായത്. മകൾക്കുണ്ടായ ദുരവസ്ഥ മറ്റാർക്കും ഉണ്ടാകരുത് എന്ന് പിതാവ് സിബി 24-നോട് പറഞ്ഞു. തൊഴിൽ സമ്മർദ്ദം മൂലമാണ് അന്ന സെബാസ്റ്റ്യൻ താമസ സ്ഥലത്ത് കുഴഞ്ഞു വീണ് മരിച്ചതെന്ന് ആരോപിച്ച് അന്നയുടെ മാതാവ് ഏണസ്റ്റ് ആൻഡ് യങ് ഇന്ത്യ കമ്പനി ചെയർമാൻ അയച്ച കത്ത് വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത്. അന്നയുടെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. തൊഴിൽ സഹമന്ത്രി ശോഭ കരന്തലജെയാണ് അന്വേഷണം നടത്തുമെന്ന് ഉറപ്പ് നൽകിയത്. അന്വേഷണത്തെ സ്വാഗതം ചെയ്ത അന്നയുടെ പിതാവ് സിബി തൊഴിൽ അന്തരീക്ഷത്തിലെ മാറ്റത്തിനു വേണ്ടിയാണ് കത്തയച്ചതെന്ന് 24-നോട് പറഞ്ഞു. നമ്മുടെ ഇപ്പോഴത്തെ എല്ലാ വർക്ക് കൾച്ചറും അങ്ങനെയാണ്. എല്ലാ കോർപ്പറേറ്റുകളിലും ഒരു സമയമില്ല. ഇപ്പോൾ ആ ഒരു നിശ്ചിത സമയം സ്ലേവറി പോലെയാണ് ഇപ്പോൾ കോർപ്പറേറ്റുകൾ. അതിനൊരു അവസാനം വരണം, അതുമാത്രം ഉദ്ദേശിച്ചു. ഞങ്ങൾ ആ ലെറ്റർ എഴുതിയാലും അതുമാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. കമ്പനിയുടെ ഇന്ത്യയിലെ പാർട്ണറും സീനിയർ മാനേജറും കങ്ങരപ്പടിയിലെ അന്നയുടെ വീട്ടിലെത്തി മാതാപിതാക്കളെ കണ്ടു. പരാതിയിൽ അന്വേഷണം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകി. അന്നയുടെ മാതാവ് കമ്പനിക്ക് അയച്ച കത്ത് അഖിലേഷ് യാദവും സാകിത് ഗോഖലെ MP പങ്കുവച്ചതോടെ വിഷയം രാജ്യശ്രദ്ധ നേടി. പഠനത്തിൽ മികവ് പുലർത്തിയ അന്ന കഴിഞ്ഞ മാർച്ചിലാണ് കമ്പനിയിൽ പ്രവേശിക്കുന്നത്. ജൂലൈയിലാണ് അന്ന താമസ സ്ഥലത്ത് കുഴഞ്ഞു വീണ് മരിച്ചത്. മരണശേഷം 4 മാസമായി കമ്പനി അധികൃതർ തുടരുന്ന അനാസ്ഥയെക്കുറിച്ചും അന്നയുടെ മാതാവ് കത്തിൽ കുറ്റപ്പെടുത്തിയിരുന്നു. 24 കൊച്ചി. പല തൊഴിൽ മേഖലയിലും സമാനമായ സാഹചര്യമുണ്ട്. ഒരുപാട് വർക്ക്, ഈ ഹെക്ടിക് ആയിട്ടുള്ള ഈ വർക്ക് സ്കെഡ്യൂളൊക്കെ പിന്തുടരുന്ന നിരവധി പേരുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളവർക്കൊക്കെ ഒരു ആശ്വാസമാകുന്ന നടപടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് പൊതുവെയുള്ള ആവശ്യം. ഇപ്പോൾ IT മേഖലയിൽ തന്നെ ജോലി ചെയ്യുന്ന പലരും എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിരുന്നു. ഈ വാർത്ത, അത് തുടർ വാർത്തകളൊക്കെ അവർക്ക് എത്തിച്ചു നൽകണമെന്ന്, സമാനമായ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. തീർച്ചയായും അതിലൊരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്കാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ PV അൻവർ MLA CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് പരാതി എഴുതി നൽകി. പ്രത്യേക ദൂതൻ വഴി ഇന്നലെ പാർട്ടി സെക്രട്ടറിക്ക് പരാതി കൈമാറിയെന്ന് PV അൻവർ സ്ഥിരീകരിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ P ശശി ഹൈജാക്ക് ചെയ്യുന്നു എന്നതുൾപ്പെടെ അതീവ ഗൗരവമുള്ള ആരോപണങ്ങളാണ് ഈ പരാതിയിലുള്ളത്. രേഖാമൂലം പരാതി ലഭിക്കാതെ അന്വേഷണം സാധ്യമല്ല എന്നായിരുന്നു CPIMന്റെ നിലപാട്. അതേസമയം ADGPയെ മാറ്റിയില്ലെങ്കിൽ സഖാക്കളെ അണിനിരത്തി എതിർക്കുമെന്ന് PV അൻവർ 24-നോട് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കും ADGP MR അജിത് കുമാറിനുമെതിരെ കടുത്ത വിമർശനം PV അൻവർ MLA തുടരുമ്പോഴും പാർട്ടിക്ക് മുൻപിൽ പരാതികളൊന്നും ഇല്ലെന്നായിരുന്നു CPIMന്റെ വാദം. ഇതോടെയാണ് PV അൻവർ രേഖാമൂലം പരാതി നൽകിയത്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് ദൂതൻ മുഖേന ഇന്നലെയാണ് പരാതി നൽകിയത്. P ശശി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഹൈജാക്ക് ചെയ്യുകയാണെന്നാണ് PV അൻവറിന്റെ ആരോപണം. RSS ADGP കൂടിക്കാഴ്ച, സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിക്കൽ എന്നിവയിലെ ഇന്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിയിലേക്കെത്താതെ പൊളിറ്റിക്കൽ സെക്രട്ടറി പൂഴ്ത്തി എന്ന ആരോപണവും അൻവർ ഉന്നയിച്ചിരുന്നു. ഈ പരാതികളിൽ അന്വേഷണം വേണമെന്നാണ് PV അൻവറിന്റെ ആവശ്യം. ഓരോന്നും എണ്ണി പറയുന്നുണ്ട്. അതിപ്പോ ഈ ഒരു ഘട്ടത്തില് പാർട്ടിക്ക് നൽകിയ ഒരു കോൺഫിഡൻഷ്യൽ ലെറ്റർ ആയതുകൊണ്ട് അതിപ്പോ പൊതുസമൂഹത്തിന് മുമ്പിൽ പറയാൻ എനിക്ക് പ്രയാസമുണ്ട്. P ശശിയെ സംബന്ധിച്ച് വ്യക്തമായി ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതാണ്, പറഞ്ഞിട്ടുള്ളതാണ്.
അതുകൊണ്ട് ഈ അജിത് കുമാറിന്റെ കരാള ഹസ്തങ്ങൾക്ക് പിന്നിൽ പി ശശി ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. PV അൻവർ രേഖാമൂലം പരാതി നൽകിയതോടെ പി ശശിയുടെ കാര്യത്തിൽ CPIM-ന് ഇനി നിലപാട് വ്യക്തമാക്കേണ്ടി വരും. 24 മലപ്പുറം. അപ്പോൾ ആ വിഷയം വീണ്ടും ഇങ്ങനെ ചൂടുപിടിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ വരുന്നതോടുകൂടി, പ്രത്യേകിച്ച് ഘടകകക്ഷികളുടെ ഭാഗത്ത് നിന്ന് തന്നെ ഇങ്ങനെയുള്ള പ്രതികരണം CPIയുടെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ അത് എന്തായാലും CPM-ന് അത്ര എളുപ്പമാകില്ല. ഇനി എന്താണ് തുടർ നടപടി CPM-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുക എന്ന് നമുക്ക് കണ്ടറിയാം. എന്നാലും മറ്റൊരു റിപ്പോർട്ട് കൂടി ഇന്ന് പുറത്തു വന്നു. അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസിന്റെ അന്വേഷണം. DGP-യുടെ ശുപാർശ അംഗീകരിച്ചാണ് സർക്കാരിന്റെ ഈ തീരുമാനം. അന്വേഷണ സംഘത്തെ നാളെ നിശ്ചയിക്കും. മുൻ SP സുജിത് ദാസിനെതിരെയും അന്വേഷണം ഉണ്ടാകും. മുൻ SP സുജിത് ദാസിന്റെ നേതൃത്വത്തിൽ മലപ്പുറത്തെ പോലീസ് ക്വാർട്ടേഴ്സിൽ നിന്ന് മുറിച്ച മരം അജിത് കുമാറിനും നൽകി എന്നാണ് PV അൻവറിന്റെ ആരോപണം. ഒപ്പം ബന്ധുക്കളുടെ സ്വത്ത് സമ്പാദനം, സ്വർണ്ണക്കടത്തുകാരിൽ നിന്ന് സ്വർണം മുക്കിയത്, കവടിയാറിലെ കൊട്ടാര സമാനമായ വീട് നിർമ്മാണം അടക്കമുള്ള ആരോപണങ്ങളിലാണ് DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തത്. DGP ശുപാർശ നൽകി 5 ദിവസത്തിന് ശേഷമാണ് വിജിലൻസ് അന്വേഷണത്തിന് മുഖ്യമന്ത്രി ഉത്തരവിട്ടത്. വിജിലൻസ് അന്വേഷണം കൂടി നടക്കുന്നതോടെ തത്വത്തിൽ ADGP MR അജിത് കുമാറിനെതിരെ 2 DGP തല അന്വേഷണമാണ് സർക്കാർ നടത്തുന്നത്. DGP ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സമിതിയും വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്തയുടെ നേതൃത്വത്തിലുള്ള വിജിലൻസ് അന്വേഷണവും, സസ്പെൻഷനിലുള്ള മുൻ SP സുജിത് ദാസിനെതിരെയും അന്വേഷണമുണ്ടാകും. അന്വേഷണ സംഘത്തെ നാളെ നിശ്ചയിക്കും. വിജിലൻസ് അന്വേഷണം കൂടി നടക്കുന്ന സാഹചര്യത്തിൽ MR അജിത് കുമാറിന് ക്രമസമാധാന ചുമതലയിൽ തുടരാൻ കഴിയില്ല. 24 തിരുവനന്തപുരം. അതേസമയം അന്വേഷണ റിപ്പോർട്ടിന് കാത്തിരിക്കാതെ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കണമെന്ന അന്ത്യശാസനവുമായി CPI ഇന്ന് രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. RSS നേതാക്കളെ ADGP കണ്ടത് സർക്കാരിന് കളങ്കമാണെന്ന് CPI ദേശീയ നിർവാഹക സമിതി അംഗം K പ്രകാശ് ബാബു പറഞ്ഞു. അന്വേഷണം പൂർത്തിയാകും മുൻപ് MR അജിത് കുമാറിനെ നീക്കണമെന്ന നിലപാടിനോട് യോജിപ്പില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പ്രതികരിച്ചു. CPIയെ പരിഹസിച്ച് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല രംഗത്ത് വരുന്നതും നമ്മൾ ഇന്ന് കണ്ടു. എന്തായാലും ഈ രീതിയിൽ ഇപ്പോൾ ഒരു വിജിലൻസ് അന്വേഷണം ADGP-ക്കെതിരെ ഉണ്ട്. അത് അനധികൃതമായ സ്വത്ത് സമ്പാദന കേസിലാണ്. പക്ഷേ ഈ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കണം, എന്നിട്ട് മാത്രമേ എല്ലാ അന്വേഷണവും നടത്താവൂ എന്നൊരു ആവശ്യമാണ് CPI മറുഭാഗത്ത് ശക്തമാക്കുന്നത്. RSS നേതാക്കളായ ദത്താത്രേയ ഹൊസബളെ, റാം മാധവ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന് കഴിഞ്ഞ LDF യോഗത്തിൽ ആവശ്യമുയർന്നിരുന്നു. DGP-യുടെ അന്വേഷണം തുടരുകയാണെന്നും കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ നടപടിയെടുക്കും എന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. എന്നാൽ രാഷ്ട്രീയ വിഷയത്തിൽ അന്വേഷണത്തിന്റെ ആവശ്യമില്ല, നടപടിയാണ് വേണ്ടതെന്ന് CPI ദേശീയ നിർവാഹക സമിതി അംഗം K പ്രകാശ് ബാബു പറഞ്ഞു. ഇടതുപക്ഷത്തിന്റെ നയങ്ങളിൽ നിന്ന് അങ്ങനെ മാറാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് അത് ഓർമ്മപ്പെടുത്തി. ADGP ആ സ്ഥാനത്ത് തുടരാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ വീണ്ടും അത് എഴുതേണ്ടി വന്നത്. വൈകുന്നതിലുള്ള ആശങ്കയാണല്ലോ ലേഖനത്തിൽ കൂടെ വീണ്ടും പങ്കുവച്ചത്. അന്വേഷണം പൂർത്തിയാകട്ടെ എന്ന നിലപാടാണ് CPIM-ന്. RSS നേതാക്കളെ ADGP കണ്ടതും അന്വേഷണ പരിധിയിലുണ്ടെന്നും റിപ്പോർട്ട് വരട്ടെയെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ വ്യക്തമാക്കി. ADGP കുറ്റക്കാരനാണോ അല്ലയോ അത് അന്വേഷണത്തിന്റെ ഭാഗമായി തീരുമാനിക്കേണ്ടതാണ്. അങ്ങനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നേരെ കർശനമായ നടപടി സ്വീകരിക്കണം. അത് സ്വീകരിക്കുമെന്നാണ് ഗവൺമെന്റ് നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. അതാണ് എന്റെ നിലപാട്. CPIക്ക് LDF-ൽ ഒരു വിലയുമില്ലെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പരിഹാസം. CPI പറഞ്ഞാൽ ആര് കേൾക്കാനാണ്? CPIക്ക് മുന്നണിക്കകത്തോ ഗവൺമെന്റിനകത്തോ എന്ത് വിലയാണുള്ളത്? മുഖ്യമന്ത്രി പറഞ്ഞു ഇപ്പോൾ മാറ്റാൻ കഴിയില്ല, അന്വേഷണം നടക്കുകയാണ്. പിന്നെ പ്രകാശ് ബാബു പറയേണ്ട എന്ത് കാര്യം? അപ്പൊ CPI പറയുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. MR അജിത് കുമാറിനെതിരെ നടപടിക്ക് ഘടകകക്ഷികൾ സമ്മർദ്ദം ശക്തമാക്കുമ്പോഴും പ്രതികരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറല്ല. ന്യൂസ് ഡെസ്ക് 24. വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. നമ്മളിനി വീണ്ടും വാർത്തകളിലേക്ക് കടക്കുകയാണ്. അരിയൽ ഷുക്കൂർ വധക്കേസുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടിലേക്കാണ്. വധക്കേസിൽ CPM നേതാക്കളായ P ജയരാജനും TV രാജേഷിനും തിരിച്ചടി. കുറ്റവിമുക്തരാക്കണമെന്നാവശ്യപ്പെട്ടുള്ള വിടുതൽ ഹർജി കൊച്ചിയിലെ പ്രത്യേക CBI കോടതി തള്ളി. കേസിൽ ഇവരും വിചാരണ നേരിടണം. നിയമപോരാട്ടം തുടരുമെന്ന് P ജയരാജൻ ഇന്ന് വ്യക്തമാക്കി. P ജയരാജന്റെയും TV രാജേഷിന്റെയും വിടുതൽ ഹർജിക്കെതിരെ ഷുക്കൂറിന്റെ മാതാവിന്റെ വാദം അംഗീകരിച്ചാണ് കോടതി നടപടി. കൊലപാതകത്തിൽ ജയരാജനും രാജേഷിനുമെതിരെ തെളിവുകളുണ്ടെന്നും പ്രതികൾ ഗൂഢാലോചനയിൽ പങ്കാളികളായതിന് സാക്ഷികളുണ്ടെന്നും കോടതിയിൽ നൽകിയ ഹർജിയിൽ ഷുക്കൂറിന്റെ മാതാവ് ആത്തിക്ക ചൂണ്ടിക്കാട്ടിയിരുന്നു.
28 മുതൽ 33 വരെ പ്രതികൾ ചേർന്നാണ് ഗൂഢാലോചന നടത്തിയതെന്ന് കുറ്റപത്രത്തിൽ തെളിവുണ്ട്. അതിനാൽ വിടുതൽ ഹർജി തള്ളണമെന്നും ആത്തിക്ക ആവശ്യപ്പെടുകയുണ്ടായി. പി ജയരാജന്റെയും TV രാജേഷിന്റെയും പങ്ക് തെളിയിക്കുന്ന ഫോൺ രേഖകളും സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളുമുണ്ടെന്നും ഷുക്കൂറിന്റെ മാതാവിന്റെ അഭിഭാഷകൻ അറിയിച്ചിരുന്നു. അതേസമയം കോടതിയിൽ നിന്നും നീതി ലഭിച്ചു എന്ന PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. കോടതിയിൽ നിന്ന് നീതി ലഭിച്ചിരിക്കുകയാണ്. ഒരു സംശയവും ആ കാര്യത്തിലില്ല. ഒരു നിരപരാധിയായ ഒരു ചെറിയ പയ്യനെ, എട്ടും പൊട്ടും തിരിയാത്ത അല്ലെങ്കിൽ ഒരു മുതിർന്ന അല്ലാത്ത ഒരു കുട്ടിയുടെ ഒരു പരുവം മാറാത്ത ഒരു പയ്യനെയാണ് ക്രൂരമായി കൊന്നത്. കേസിൽ CBI ഇരു പ്രതികൾക്കുമെതിരെ നേരത്തെ ഗൂഢാലോചന കുറ്റമാണ് ചുമത്തിയിരുന്നത്. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. യെസ്, അപ്പോൾ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. ഒരുപാട് പ്രേക്ഷകർ പല കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. നമ്മുടെ പാട്ടിനെ കുറിച്ചൊക്കെ ഒരുപാട് പേർ കമൻറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിഷാദ് വി പറഞ്ഞ ഒരു കാര്യം എന്നതാണ്, പശ്ചാത്തപിച്ചുകൊണ്ട് ഭൂതകാലത്തെ മാറ്റാൻ കഴിയില്ല, ആശങ്കപ്പെടുന്നത് കൊണ്ട് ഭാവിയെ മെച്ചപ്പെടുത്താൻ കഴിയില്ല. അതിനാൽ വർത്തമാനകാലം ആസ്വദിക്കുന്നതാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ സന്തോഷം എന്ന് നിഷാദ് വി പറയുന്നു. അതൊരു സത്യമാണ് അല്ലേ? ഇപ്പോഴത്തെ ഇന്നാണ് നമ്മൾ ജീവിക്കേണ്ടത്. കഴിഞ്ഞു പോയതിനെ കുറിച്ച് ആവലപ്പെട്ടിട്ട് കാര്യമില്ല. ഇനി വരാൻ പോകുന്നത് എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ജീവിക്കുന്നെങ്കിൽ അത് ഇന്ന് എന്നാണ് ആ സന്ദേശമാണ് നിഷാദ് വി ഇന്ന് പങ്കുവച്ചിരിക്കുന്നത്. വിനോദ് പറയുന്നുണ്ട്, ഫുൾ പാട്ട് പാടുമോ, അടിപൊളിയായി എന്ന് പറയുന്നുണ്ട്. ഫുൾ പാട്ട് പാടാനുള്ള സമയത്തിന്റെ ഒരു പ്രശ്നമാണ്. നമുക്ക് വാർത്തകളും തരണം, അപ്പം മറ്റ് വർത്തമാനങ്ങളൊക്കെ പറയാനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പകുതി മുജീബ് വീണ്ടും നമ്മളെ പാട്ട് പാടാൻ വിളിച്ചിട്ടുണ്ട് കേട്ടോ, ക്ലബിന്റെ വാർഷികത്തിന്. അങ്ങനെ ജനാർദ്ദനൻ പറയുന്നു, രണ്ടാൾക്കും ജോലി പോയാലും പാട്ട് പാടി ജീവിക്കാം എന്നൊക്കെ. അപ്പം പിന്നെന്താ ഹുസ്ന ഫ്രം റിയാദ്, പാട്ട് സൂപ്പറായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ കമന്റുകൾ അങ്ങനെ പോകുന്നു. അപ്പോൾ നിങ്ങളുടെ കമന്റുകളും അഭിപ്രായങ്ങളൊക്കെ വരട്ടെ. നമ്മൾ അടുത്ത റിപ്പോർട്ടിലേക്ക് പോകുന്നു. എല്ലാവരും ചോദിക്കുന്ന പോലെ ഷിരൂരിൽ എന്തായി, ദൗത്യം എന്തായി എന്ന് ചോദിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റിലേക്കാണ് നമ്മൾ ഇനി കിടക്കുന്നത്. ഷിരൂർ ദൗത്യത്തിനായി ഗോവയിൽ നിന്ന് പുറപ്പെട്ട ഡ്രഡ്ജർ ഇന്ന് രാത്രി എത്തിക്കും ഷിരൂരിൽ എന്നാണ് പറഞ്ഞത്. പക്ഷേ അത് എത്തിക്കാൻ കഴിയില്ല എന്നൊരു വിവരം ഇപ്പോൾ വരുന്നു. ഇന്ന് എത്തിക്കാൻ കഴിയില്ല, കാരണം വെളിച്ചക്കുറവാണ്. ഡ്രഡ്ജർ ഇപ്പോൾ കരക്കടിപ്പിച്ചിരിക്കുകയാണ്. നാളെ രാവിലെ 8 മണിയോടെ എത്തിച്ച് തിരച്ചിൽ തുടങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അരുൺ പൂപ്പറമ്പ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. ഷിരൂരിൽ ഇന്ന് രാത്രി ഡ്രഡ്ജർ എത്തിക്കാത്തത് ഒരു പ്രതിസന്ധിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. നേരത്തെ ഇന്ന് രാത്രി തന്നെ എത്തും എന്നതായിരുന്നു അറിയിച്ചിരുന്നത്. ഇതിനിടെ വെളിച്ചക്കുറവ് ഒരു തടസ്സമായി മാറി എന്നതാണ് നമുക്ക് ഈ ഡ്രഡ്ജിംഗ് കമ്പനിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യാത്രാമധ്യേ 2 പാലങ്ങൾക്ക് നടുവിലായിട്ടുള്ള ഒരു സ്ഥലത്ത് അവിടെ ഈ ഡ്രഡ്ജർ ഇപ്പോൾ കരക്കടിപ്പിച്ചിട്ടാണുള്ളത്. നാളെ രാവിലെ 8 മണിയോടെ തന്നെ ഈ ഡ്രഡ്ജർ ഷിരൂരിൽ എത്തിക്കും. അതിനുശേഷം വളരെ വേഗത്തിൽ തന്നെ തിരച്ചിൽ തുടങ്ങാൻ സാധിക്കും എന്നതാണ് ഈ ഡ്രഡ്ജിംഗ് കമ്പനി പറയുന്നത്. ജില്ലാ ഭരണകൂടത്തിൽ നിന്നും അതേ തരത്തിലുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. കാർവാർ തുറമുഖത്ത് നിന്ന് ഇന്ന് രാവിലെയാണ് ഈ ഡ്രഡ്ജർ ഗംഗാവലി പുഴയിലേക്ക് പ്രവേശിച്ചത്. അതിനുശേഷം ആ പ്രതിസന്ധി, അതായത് ഒരു തടസ്സമായി ഉണ്ടായിരുന്ന ആ ഗംഗാവലിയിലെ പുതിയ പാലം അത് പുഴയിലെ വേലി ഇറക്ക സമയത്ത് കടക്കാൻ സാധിച്ചു. അതായത് ജലനിരപ്പ് കുറഞ്ഞ ഘട്ടത്തിൽ ആ പാലം കടക്കാൻ സാധിച്ചു. അതിനുശേഷം കുറച്ച് മുന്നോട്ട് വന്നെങ്കിലും രാത്രിയോടെ, അതായത് ഇരുട്ടിയതോടെ വെളിച്ചക്കുറവ് ഒരു പ്രശ്നമായി മാറി എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നാളെ ഡ്രഡ്ജർ എത്തിക്കഴിഞ്ഞാൽ ഈ ഷിരൂർ ദൗത്യത്തിൻ്റെ ഒരു നിർണായകമായിട്ടുള്ളൊരു ഘട്ടമായിരിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം നേരത്തെ തന്നെ പലതരത്തിലുള്ള സേനാവിഭാഗങ്ങളുടെയൊക്കെ തെരച്ചിൽ നടന്നിരുന്നു. അതോടൊപ്പം ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകളൊക്കെ നടന്നിരുന്നെങ്കിലും അതിൽ ചില സൂചനകൾ മാത്രമേ നമുക്ക് ലഭിച്ചിരുന്നുള്ളൂ. ഈ ദൗത്യം പൂർണ്ണമായി വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. പക്ഷേ ഡ്രഡ്ജർ എത്തിച്ച് നിലവിൽ നാവികസേന ഉൾപ്പെടെ അടയാളപ്പെടുത്തിയിട്ടുള്ളൂ, അതായത് ലോറി ഉണ്ട് എന്ന് കരുതുന്ന സ്ഥലം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ അടയാളപ്പെടുത്തി ഉൾപ്പെടെ സ്ഥലങ്ങളിൽ അതിൽ പുഴക്കടിത്തട്ടിലുള്ള മണ്ണ് നീക്കം ചെയ്താൽ ഈ തെരച്ചിലിൽ ഒരു ഫലമുണ്ടാകും എന്ന പ്രതീക്ഷയാണ് ജില്ലാ ഭരണകൂടവും ദൗത്യ സംഘവും എന്തായാലും പങ്കുവെക്കുന്നത്. ഷിരൂരിൽ നിന്നും അരുൺ പൂപ്പറമ്പയാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പങ്കുവച്ചത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നയത്തിൽ സമവായത്തിന് തയ്യാറെന്ന് കേന്ദ്ര സർക്കാർ. ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാമെന്നാണ് നിലപാട്. പ്രതിപക്ഷ പാർട്ടികളുമായി ചർച്ച നടത്താൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ 3 മന്ത്രിമാരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. പാർലമെന്റിനകത്തും പുറത്തും
ഒറ്റ തെരഞ്ഞെടുപ്പ് നയത്തെ എതിർക്കുമെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാട്. അപ്പോൾ ഈ വിഷയത്തിലും ഒരു വലിയ ശക്തമായ ഒരു പ്രതിഷേധം അത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടാവും. എന്നാൽ നിലപാടുമായി മുന്നോട്ട് പോകാൻ അത് അനുനയിപ്പിച്ചുള്ള മുന്നോട്ട് പോകലിനാണ് ഭരണപക്ഷം ശ്രമിക്കുന്നത്. അപ്പോൾ എന്താണ് ഇനി ഈ വിഷയം ഏത് രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നു എന്ന് നമുക്ക് കാണാം. രാജ്യമാകെ ഒറ്റ തെരഞ്ഞെടുപ്പ് നടപ്പാക്കണമെങ്കിൽ 18 ഭരണഘടനാ ഭേദഗതികൾ ഉൾപ്പെടെ നിയമപരിഷ്കാരങ്ങൾ ആവശ്യമാണ്. അതിന് പാർലമെന്റും പകുതി സംസ്ഥാന നിയമസഭകളും അനുമതി നൽകണം. ഭേദഗതികൾ പാസാക്കാൻ ലോക്സഭയിലും രാജ്യസഭയിലും കേവല ഭൂരിപക്ഷത്തിനൊപ്പം സഭയിൽ ഹാജരുള്ള 2/3 അംഗങ്ങളുടെ പിന്തുണയും വേണം. ഇത് സർക്കാരിന് വെല്ലുവിളിയാണ്. 2/3 ഭൂരിപക്ഷം ഉറപ്പാക്കണമെങ്കിൽ ലോക്സഭയിൽ സർക്കാരിനെ പിന്തുണയ്ക്കാത്ത 100 അംഗങ്ങൾ ഹാജരാകാതിരിക്കണം. അല്ലെങ്കിൽ NDA ഇതര കക്ഷികളുടെ പിന്തുണ ഉറപ്പാക്കണം. ഇത് മുന്നിൽ കണ്ടാണ് സമവായത്തിനുള്ള സർക്കാർ നീക്കം. ഇതര പാർട്ടികളുമായുള്ള ചർച്ചകൾക്ക് കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അർജുൻ റാം മേഘ്വാൾ, കിരൺ റിജിജു എന്നിവരെ ചുമതലപ്പെടുത്തി. രാജ്യതാൽപര്യം മുൻനിർത്തിയാണ് നീക്കമെന്ന് BJP ആവർത്തിക്കുന്നു. वन नेशन वन इलेक्शन देश के हित में है, वोटर्स के हित में है, खर्चा कम होगा, वोटर्स को सहूलियत होगी. ഒറ്റ തിരഞ്ഞെടുപ്പ് നയത്തെ എതിർത്ത് കോൺഗ്രസിന് പുറമെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളും രംഗത്തെത്തി. ഫെഡറലിസത്തെ ദുർബലപ്പെടുത്തുന്ന തീരുമാനമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പറഞ്ഞു. പാർലമെന്ററി ജനാധിപത്യത്തെ തകർക്കുമെന്ന് CPM പോളിറ്റ് ബ്യൂറോ പ്രതികരിച്ചു. നയം നടപ്പാക്കുന്നത് സമവായത്തിന് ശേഷമാകണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായ TDP ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ നിലപാടും. 24 ഡൽഹി. മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. രാഹുൽ ഗാന്ധിക്കെതിരായ ഗുരുതര ഭീഷണി പരാമർശത്തിൽ പരാതി ലഭിച്ചിട്ടും നടപടിയെടുക്കാതെ കേന്ദ്രം. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ കേന്ദ്രമന്ത്രി റവനീത് സിംഗ് ബിട്ടുവിനെതിരെ പോലീസ് കേസെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് AICC അധ്യക്ഷൻ അയച്ച കത്തിന് പരിഹാസ മറുപടിയായിരുന്നു BJP അധ്യക്ഷൻ JP നദ്ദയുടേത്. രാഹുൽ ഗാന്ധിക്ക് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ അവസ്ഥയുണ്ടാകുമെന്നും നാവരിയുമെന്നുമൊക്കെ ഭീഷണിപ്പെടുത്തിയ കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ള BJP നേതാക്കൾക്കെതിരെ കേന്ദ്രം മൗനം തുടരുകയാണ്. കോൺഗ്രസ് നേതാവ് അജയ് മാക്കൻ നൽകിയ പരാതിയിൽ ഇതുവരെ നടപടിയുണ്ടായില്ല. തുഗ്ലക് റോഡ് പോലീസ് സ്റ്റേഷനിലായിരുന്നു പരാതി. എന്നാൽ കേന്ദ്രമന്ത്രി റവനീത് സിംഗ് ബിട്ടു രാഹുൽ ഗാന്ധിക്കെതിരെ US നടത്തിയ പരാമർശത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ കേസ് രജിസ്റ്റർ ചെയ്തു. രാഹുൽ ഗാന്ധി നമ്പർ 1 തീവ്രവാദിയാണെന്നായിരുന്നു പ്രസ്താവന. ഇതിനെതിരെയാണ് കർണാടക PCC പോലീസിനെ സമീപിച്ചത്. കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ബംഗളൂരു പോലീസ് കേസെടുത്തത്. BJP നേതാക്കളുടെ പരാമർശത്തിൽ AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പ്രധാനമന്ത്രിക്ക് നൽകിയ കത്തിന് പരിഹാസ മറുപടിയുമായി BJP അധ്യക്ഷൻ JP നദ്ദ രംഗത്തെത്തി. രാഹുൽ ഗാന്ധി പരാജയപ്പെട്ട ഉൽപ്പന്നമാണ്. ജനങ്ങൾ ആവർത്തിച്ച് നിരസിച്ച പരാജയപ്പെട്ട ഉൽപ്പന്നം പോളിഷ് ചെയ്ത് വിപണിയിലെത്തിക്കാനുള്ള ശ്രമമാണ് മല്ലികാർജുൻ ഖാർഗെയുടേത്. രാജ്യത്തെ ഏറ്റവും പഴക്കമുള്ള രാഷ്ട്രീയ പാർട്ടി രാജകുമാരന്റെ സമ്മർദ്ദത്തിന് കീഴിൽ കോപ്പി പേസ്റ്റ് പാർട്ടിയായി മാറിയെന്നും നദ്ദ വിമർശിച്ചു. മല്ലികാർജുൻ ഖാർഗെക്ക് അയച്ച കത്തിലാണ് പരിഹാസം. 24 ബംഗളൂരു. അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണം, പേജർ പൊട്ടിത്തെറിക്കുന്നു, പിന്നീട് മറ്റ് ഇലക്ട്രോണിക് ഡിവൈസുകൾ പൊട്ടിത്തെറിക്കുന്നു. അങ്ങനെ ആസൂത്രിതമായി നടത്തിയ ഹിസ്ബുല്ല കേന്ദ്രങ്ങൾ നടത്തിയ ആ ആക്രമണത്തിന്റെ ഒരു ഞെട്ടലിലാണ് ഹിസ്ബുല്ലയുടെ പ്രധാന നേതാക്കളും കേന്ദ്രങ്ങളും എല്ലാം തന്നെ. അപ്പോൾ അതിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. ഹിസ്ബുല്ലയുടെ വിവിധ ആശയവിനിമയ സംവിധാനങ്ങൾ പൊട്ടിത്തെറിച്ച് ലെബനനിൽ മരിച്ചവരുടെ എണ്ണം 37ആയി. ആയിരക്കണക്കിന് ആളുകൾക്ക് പരുക്കേറ്റു. കൊല്ലപ്പെട്ടവരുടെ സംസ്കാര ചടങ്ങിനിടയിലും സ്ഫോടനം നടന്നു. സാഹചര്യം വിലയിരുത്താൻ ഐക്യരാഷ്ട്രസഭ നാളെ അടിയന്തര യോഗം ചേരും. തുടർ സ്ഫോടനങ്ങൾക്ക് പിന്നാലെ വിമാനയാത്രയിൽ പേജറും വാക്കി ടോക്കിയും ഉപയോഗിക്കരുതെന്ന് യാത്രക്കാർക്ക് കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ലെബനൻ. ചൊവ്വാഴ്ച 4000-ഓളം പേജറുകൾ പൊട്ടിത്തെറിച്ച് 12 പേരാണ് മരിച്ചത്. തൊട്ടു പിന്നാലെ 100 കണക്കിന് വാക്കി ടോക്കികളും മൊബൈൽ ഫോണുകളും ഉൾപ്പെടെ പൊട്ടിത്തെറിച്ച് 25 പേരും മരിച്ചു. ലെബനന്റെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തിയ ആക്രമണം ഗുരുതര പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് ലെബനൻ വിദേശകാര്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. അതിനിടെ തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ള താവളങ്ങളിലും ആയുധ സംഭരണശാലകളിലും ആക്രമണം നടത്തിയെന്ന് ഇസ്രയേലി സൈന്യം അവകാശപ്പെട്ടു. ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ തങ്ങളുടെ 8 സൈനികർക്ക് പരുക്കേറ്റെന്ന് ഇസ്രയേൽ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. സംശയാസ്പദമായ നിലയിൽ കണ്ടെത്തുന്ന ഉപകരണങ്ങൾ നിർവീര്യമാക്കുന്നതായി ലെബനീസ് സൈന്യം അറിയിച്ചു. ലെബനനിലെ സ്ഫോടനത്തിനു പിന്നിൽ ഇസ്രയേലാണെന്ന് കുറ്റപ്പെടുത്തിയ തുർക്കി ഗസയിലെ യുദ്ധത്തെ ലെബനനിലേക്ക് വ്യാപിപ്പിക്കുകയാണ് ഇസ്രയേൽ ചെയ്തതെന്ന് കുറ്റപ്പെടുത്തി. ആക്രമണത്തെക്കുറിച്ച് ഇസ്രയേൽ മൗനം തുടരുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് മുൻപാകെയുള്ള വെളിപ്പെടുത്തലുകളിൽ 20-ലധികം പേരുടെ മൊഴികൾ ഗൗരവമേറിയതാണെന്ന് പ്രത്യേക അന്വേഷണ സംഘം. ഇവരിൽ ഭൂരിഭാഗം പേരെയും 10 ദിവസത്തിനകം അന്വേഷണ സംഘം നേരിട്ട് കാണും.
നിയമ നടപടി തുടരാൻ ആഗ്രഹിക്കുന്നവരുടെ മൊഴിയിൽ കേസെടുക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. ഇന്നലെ ചേർന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗത്തിലാണ് മൊഴികൾ ഗൗരവമേറിയതെന്ന വിലയിരുത്തൽ. മൊഴി നൽകിയവരിൽ 20 പേരെ ആദ്യഘട്ടത്തിലും അവശേഷിക്കുന്നവരെ രണ്ടാം ഘട്ടത്തിലും വനിതാ ഉദ്യോഗസ്ഥർ ബന്ധപ്പെടും. മൊഴി നൽകിയവരുടെ താൽപ്പര്യം കൂടി കണക്കിലെടുത്താകും കേസെടുക്കുന്നതിൽ തീരുമാനം. നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ ആരെയും സമ്മർദ്ദം ചെലുത്തില്ല. പരാതികളുണ്ടെങ്കിൽ അടുത്ത മാസം 3-നുള്ളിൽ കേസെടുത്ത റിപ്പോർട്ട് സമർപ്പിക്കും. മൊഴി നൽകിയവരിൽ പൂർണ്ണമായ പേരും മേൽവിലാസവും രേഖപ്പെടുത്താത്തവരെ കണ്ടെത്താൻ സാംസ്കാരിക വകുപ്പിന്റെയോ ഹേമ കമ്മിറ്റി അംഗങ്ങളുടെയോ സഹായം തേടാനും ആലോചനയുണ്ട്. നടപടിക്രമങ്ങളിൽ പൂർണ്ണമായും സ്വകാര്യത ഉറപ്പുവരുത്തണമെന്നാണ് കർശന നിർദ്ദേശം. റിപ്പോർട്ടിൽ കൂടുതൽ വ്യക്തത വരുത്താൻ ഹേമ കമ്മിറ്റി അംഗങ്ങളുടെയും മൊഴിയെടുത്തേക്കും. 5 ഉദ്യോഗസ്ഥരോട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായി വായിക്കാനാണ് നിർദ്ദേശം. 4 വനിതാ IPS ഉദ്യോഗസ്ഥർ, IG സ്പർജൻ കുമാർ എന്നിവരോട് 3 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് വായിച്ചു തീർക്കാനാണ് നിർദ്ദേശം. 24 കൊച്ചി. അടുത്ത നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നമുക്ക് കമന്റ്സും പെട്ടെന്ന് നോക്കില്ല. നമ്മുടെ ഒരുപാട് പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ലേഖ ജയൻ പറയുന്നുണ്ട്, 24-നെ ഈ 10:30 സമയത്ത് ന്യൂസ് കാണാൻ പ്രേരിപ്പിക്കുന്നതിൽ ഒരു പ്രധാന ഘടകം നിങ്ങളുടെ പാട്ട് തന്നെ എന്ന് പറയുന്നു. താങ്ക് യു ലേഖ. അപ്പം K ശിവദാസ് എന്നോട് ചോദിക്കുന്നതാണ്, പ്രവിത സിസ് ഡോക്ടർ ആണോ? അതെനിക്ക് മനസ്സിലായില്ല. എൻ്റെ സിസ്റ്റർ ഡോക്ടർ ആണോ എന്നാണോ താങ്കൾ ഉദ്ദേശിച്ചത്? മനസ്സിലായില്ല. ഒന്ന് ക്ലിയർ ആയിട്ട് ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയാം. അതോടൊപ്പം തന്നെ പത്മ നായർ, പ്രജിൻ സ്റ്റുഡിയോയിൽ വന്ന് കാണണം എന്നുണ്ട്. റിട്ടേണിംഗ് ബാക്ക് ടു ന്യൂസിലാൻഡ് 29 സെപ്റ്റംബർ. പത്മകുമാർ ചേട്ടാ, എനിക്ക് പേഴ്സണലി എനിക്ക് മെസ്സേജൊക്കെ അയക്കുന്ന ചേട്ടനാണ്. നാട്ടിൽ വന്നു എന്നെടുത്ത് തന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റുഡിയോയിൽ വന്ന് കാണാൻ എന്നുണ്ടെന്ന് പറയുന്നു. നമുക്ക് നോക്കാം ചേട്ടാ, ഞാൻ അറിയിക്കാം. നമുക്ക് കാണാം എന്തായാലും ഒരു ദിവസം. പൊടിമോൻ എന്ന് പറയുന്ന ഐഡിയ, ഗുഡ് നൈറ്റ് വിത്ത് പ്രസിഡന്റ് പ്രവിത. ഓണത്തിന്റെ ഉഷാറിൽ തന്നെയാണ് നിങ്ങൾ രണ്ടാളും, അങ്ങനെ തന്നെ തുടരുക എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ആ ഉഷാറോടെ തന്നെയാണ് പ്രേക്ഷകരെ കാണാൻ എത്തുന്നത്. കാരണം നമ്മുടെ ഈ പ്രോഗ്രാം കഴിയുമ്പോഴേക്കും കുറേ പ്രേക്ഷകർ ഉറങ്ങാനൊക്കെ പോകുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ആ നല്ല ഊർജ്ജം തരാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. റീന സതീശൻ പറയുന്നു, ഓണം കഴിഞ്ഞ് പ്രാപ്രായുടെ നമ്മുടെ ഷോയുടെ പഴയ ഫോമാറ്റ് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കൊണ്ടുവന്നില്ലേ? നമ്മളിപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് എന്താണ് പറയുക, വാർത്തകൾ മാത്രമല്ല മറ്റ് ചില രസമുള്ള റിപ്പോർട്ടുകൾ കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെഗ്മെന്റുകൾ കൂടി വൈകാതെ ഉൾപ്പെടുത്തും. സുരേഷ് ബാബു പറയുന്നുണ്ട്, പ്രജിത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ പേര് ചേർത്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പാട്ട് അതിമനോഹരം എന്ന് പറയുന്നു. എല്ലാ ഓണപരിപാടിയും പൊളിച്ചിരുന്നു എന്ന് ബിജുല സുരേഷാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളൊരു ഹിന്ദി പാട്ട് പാടണമെന്ന് ജനാർദ്ദനൻ നായർ പറയുന്നുണ്ട്. ഇത് തമിഴ് പാടി, അപ്പോൾ വൈകാതെ ഹിന്ദി പാട്ടും പാടും ജനാർദ്ദൻ ചേട്ടാ. അങ്ങനെ ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ്, നമ്മളെ വിട്ടുപോയിട്ടുള്ള പ്രേക്ഷകർ വീണ്ടും കമന്റ് അയക്കാം, നമ്മളത് വായിക്കാം കേട്ടോ. ചോദ്യമുണ്ടോ പ്രജൻ? ചോദ്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഡോക്ടേഴ്സ്, അതായത് കൊൽക്കത്തയിലെ RG കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊല്ലപ്പെട്ട ജൂനിയർ ഡോക്ടർക്ക് നീതി തേടി സമരം ചെയ്യുന്ന ഡോക്ടേഴ്സ് ആ സമരം അവസാനിപ്പിച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. സെപ്റ്റംബർ 21 മുതൽ അവശ്യ സേവനങ്ങൾ പുനരാരംഭിക്കും എന്ന് ഡോക്ടേഴ്സ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അത് ഈ പറയുന്നത് പോലെ അവിടെ ചികിത്സ തേടിയെത്തുന്നവർക്കൊക്കെ വലിയ ആശ്വാസമാണ്. അപ്പോൾ എന്താണ് ഇങ്ങനെ പെട്ടെന്ന് ഈ രീതിയിൽ ആ സമരം അവസാനിപ്പിക്കാൻ കാരണം? നേരത്തെ അവരുടെ ആവശ്യങ്ങൾ പലതും ഉന്നയിച്ചിരുന്നു, അതൊക്കെ സർക്കാർ അംഗീകരിച്ചത് കൊണ്ടാണോ എന്ന് നമുക്കറിയില്ല. ബൽറാമോട് ചോദിച്ചു നോക്കാം. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ബൽറാം, അങ്ങനെ സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇവരുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ അംഗീകരിച്ചിരുന്നു. ഇതേ തുടർന്നാണോ ഇത്തരത്തിലൊരു തീരുമാനം? എഴുതി നൽകണം എന്നൊരു വാക്കാൽ മാത്രം പോരാ, അത് എഴുതി നൽകണ ഒരു ആവശ്യം ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നല്ലോ. പ്രജിൻ, പ്രവിത, ഈ ഡോക്ടേഴ്സ് സമരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്നാൽ സർക്കാർ തങ്ങളുടെ മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിച്ചത് കൊണ്ടല്ല ഈ സമരം അവസാനിപ്പിക്കുന്നത് എന്നാണ് ഡോക്ടേഴ്സ് വ്യക്തമാക്കുന്നത്. പകരം സംസ്ഥാനത്ത് നിലവിലുള്ള പ്രളയത്തെ തുടർന്നുണ്ടായ അടിയന്തര സാഹചര്യം അത് മുൻനിർത്തിക്കൊണ്ട് തങ്ങളുടെ സേവനം സമൂഹത്തിന് ആവശ്യമുണ്ട് എന്ന് ബോധ്യപ്പെട്ട ഒരു പശ്ചാത്തലത്തിലാണ് ഈ സമരം അവസാനിപ്പിക്കുന്നത് എന്നാണ് ഡോക്ടേഴ്സ് അറിയിക്കുന്നത്. തങ്ങൾ സർക്കാരിന് മുന്നിൽ വെച്ച ആവശ്യങ്ങളിൽ ചിലവ അംഗീകരിക്കപ്പെട്ടു. കൊൽക്കത്ത പോലീസ് കമ്മീഷണറെയും മാറ്റി, ഒപ്പം തന്നെ ആരോഗ്യ വകുപ്പിലെ ഉന്നതരായ 2 ഉദ്യോഗസ്ഥരെയും മാറ്റി. എന്നാൽ ആരോഗ്യ വകുപ്പ് സെക്രട്ടറിയെ മാറ്റണമെന്നും ഡോക്ടേഴ്സിന് സുരക്ഷ ഒരുക്കുന്നതിനായി എന്തെല്ലാം നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് രേഖാമൂലം ഉറപ്പ് നൽകണമെന്നുമുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. വാക്കാൽ മാത്രമാണ് ഉറപ്പ് ലഭിച്ചിരിക്കുന്നത്.
താൽക്കാലികമായി ജോലിയിലേക്ക് തിരികെ പ്രവേശിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ശനിയാഴ്ച മുതൽ ജോലിയിലേക്ക് തിരികെ പ്രവേശിക്കാനാണ് ഡോക്ടേഴ്സ് തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ സർക്കാർ എന്ത് നടപടി ഇക്കാര്യത്തിൽ സ്വീകരിക്കും, തുടർ നടപടികൾ സംബന്ധിച്ച് സൂക്ഷ്മമായി നിരീക്ഷിക്കും. ആവശ്യമെങ്കിൽ വീണ്ടും സമരത്തിലേക്ക് തിരികെ എത്തും. ഒപ്പം തന്നെ സുപ്രീം കോടതിയിൽ നടക്കുന്ന ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വാദപ്രതിവാദങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിച്ച് അക്കാര്യങ്ങൾ പരിശോധിച്ച ശേഷം തങ്ങളുടെ ആവശ്യങ്ങൾ സർക്കാർ പൂർണ്ണമായും അംഗീകരിച്ചില്ലെങ്കിൽ ആ ഘട്ടത്തിലേക്ക് സമരം വീണ്ടും പുനരാരംഭിക്കും എന്നുള്ളതാണ് ഡോക്ടേഴ്സ് ഇപ്പോൾ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടിയന്തര സേവനങ്ങൾ ശനിയാഴ്ച മുതൽ പുനരാരംഭിക്കാനാണ് ഡോക്ടേഴ്സിന്റെ തീരുമാനം. യെസ്, അതെന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡോക്ടേഴ്സ് വീണ്ടും സേവനത്തിനായി വരുന്നു. അവിടെ എത്തുന്ന ഒരുപാട് ആയിരക്കണക്കിന് രോഗികൾക്ക് അത് വലിയ ആശ്വാസ തീരുമാനമാണ്. പക്ഷെ എന്താണ് ഇനിയിപ്പോൾ ഈ ആവശ്യത്തിൽ അത് ഏത് രീതിയിലാണ് ഈ പ്രതിഷേധത്തിന് ഡോക്ടേഴ്സ് ഒരുങ്ങുന്നത്, ആ കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ബൽറാം ഇടങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്. കായിക വാർത്തയിലേക്ക് പോകാം. അതിനു മുമ്പ് നമുക്കൊരു പ്രേക്ഷക നമ്മുടെ സ്ക്രീനിലേക്ക് എത്താൻ തയ്യാറായി നിൽക്കുന്നുണ്ട് എന്ന് പ്രൊഡ്യൂസർ ആന്റണി പറയുന്നുണ്ട്. ആൽവീന ഫ്രം കരുനാഗപ്പള്ളി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? എനിക്കും പേര് മനസ്സിലായിട്ടില്ല, നമുക്ക് ചോദിക്കാം. എന്താ മോളെ പേര്? ആൽവീന അല്ലേ? ആൽവീന. ആൽവീന, നൈസ് നെയിം. ആൽവീന ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ? കേട്ടില്ല മോളെ, ഒന്നുകൂടെ പറയോ? താങ്ക് യു പറഞ്ഞ 6th-ലാണ്. 6th-ല്. ഏത് സ്കൂളിലാ? ഓക്കെ, നൈസ്. അപ്പൊ ആൽവീന എന്നങ്ങനെ നീട്ടി വിളിക്കാറുണ്ടോ എല്ലാവരും? ആൽവീന എന്നാണോ വിളിക്കുന്നത്? ആ, പിന്നെന്താ വിളിക്കുന്നത്? ആൽവി എന്നായിരിക്കും. ആൽവി ആണോ? അന്നക്കുട്ടിയാണ്. ഓക്കെ, വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലാരൊക്കെയുണ്ട്? പപ്പ, മമ്മി, ഞാനാച്ചി, 2 ചേട്ടന്മാരും. 2 ചേട്ടന്മാരുണ്ടോ? ചേട്ടന്മാർ ഏതൊക്കെ ക്ലാസ്സിലാ പഠിക്കുന്നത്? ഒരാള് 7th-ല്, ഒരാള് 8th-ല്, ഒരാള് +2-ല്. ഓക്കെ. അപ്പൊ എല്ലാ ദിവസവും നമ്മുടെ ഷോ കാണാറുണ്ടോ? പ്രോഗ്രാം കാണാറുണ്ടോ? അന്നക്കുട്ടി നന്നായിട്ട് പാട്ട് പാടുന്ന ആരോ പറഞ്ഞല്ലോ. അപ്പൊ രണ്ടുപേരും പാടി നോക്കട്ടെ. നമുക്ക് കേൾക്കാം രണ്ടുപേരും. നാമം കാരി എന്നീശോദനാദം നാവിൻ എന്നീശോദനാദം കാരി എന്നീശോദനാദം കണ്ണിൽ ഈശോദൻ രൂപം നെഞ്ചിൽ ഈശോദൻ സ്നേഹം മനസ്സു നിറയെ നന്ദി മാത്രം നാവിൽ എന്നീശോദൻ നാമം കാതിൽ എന്നീശോദൻ നാദം. ആൽവീന കുട്ടി പഠിക്കുന്നുണ്ടോ? പാട്ട് പഠിക്കുന്നുണ്ടോ? കൊള്ളാട്ടോ. അപ്പൊ ഇപ്പൊ ഓണാവധിയല്ലേ, ഇനി എപ്പോഴാ സ്കൂൾ തുറക്കുന്നേ? മൺഡേയില്. ഓക്കെ, അപ്പൊ എല്ലാം റെഡിയല്ലേ? മൺഡേയിൽ സ്കൂളിൽ പോകാൻ എല്ലാം റെഡിയല്ലേ? എല്ലാം സെറ്റാണ്? ഓണമൊക്കെ അടിച്ചു പൊളിച്ചു നമ്മൾ. അപ്പൊ നന്നായിട്ട് ഇനി പഠിക്കുക, നന്നായിട്ട് പാട്ട് പാടുക, സംഗീതമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. കുട്ടിയായിട്ടിരിക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് ഫോർ കോളിംഗ്. ഇങ്ങനെ ആൽവീന, അതെ, കരുനാഗപ്പള്ളി, കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്നാണ് ആ കൊച്ചു മിടുക്കിയെ നമുക്കിപ്പോൾ ഓൺ കോളിൽ കിട്ടിയത്. ഒരുപാട് സന്തോഷം. അപ്പൊ മുൻപ് പ്രജൻ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു, ബോട്സ്വാനയുടെ കാര്യം. അവിടെ വലിയൊരു വജ്രം കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. തെക്കൻ ആഫ്രിക്കൻ രാജ്യമായ ബോട്സ്വാനയിലെ കെറോവ് വജ്രഖനിയിൽ അടുത്തിടെയാണ് ലോകത്തിലെ 2ാമത്തെ വലിയ വജ്രം കണ്ടെത്തിയത്. സെപ്റ്റംബർ 15-ന് 1000 ക്യാരറ്റിന് മേലുള്ള മറ്റൊരു വജ്രവും ഇവിടെ കണ്ടെത്തി. വജ്രഖനികളുടെ നാടാണ് ബോട്സ്വാന. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ബോട്സ്വാനയിലെ കരോവ് വജ്രഖനിയിൽ
2492 ക്യാരറ്റിന്റെ വജ്രം കണ്ടെത്തിയത്. ലോകത്തെ തന്നെ രണ്ടാമത്തെ വലിയ വജ്രമാണിത്. ബോട്സ്വാന പ്രസിഡന്റായ മൊഗ്വിറ്റ്സി മസിസിയെ പോലും അമ്പരപ്പിച്ചു ഈ വജ്രം. 335 കോടി രൂപയാണ് ഈ വജ്രത്തിന്റെ മൂല്യം വെച്ച് നോക്കുമ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ വജ്രങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ബോട്സ്വാനയാണ്. ബോട്സ്വാനയുടെ ദേശീയ വരുമാനത്തിന്റെ 40% വജ്രങ്ങളിലൂടെയാണ് നേടുന്നത്. വർഷം മുൻപ് 1905 ജനുവരി 26 ദക്ഷിണാഫ്രിക്കയിലെ പ്രീമിയർ നമ്പർ 2 ഖനിയിൽ കണ്ടെത്തിയ കല്ലിനാൻ വജ്രമാണ് ലോകത്തെ ഏറ്റവും വലിയ വജ്രം. 3106 ക്യാരറ്റ്. ഇതിൽ നിന്ന് കട്ട് ചെയ്ത 1530 ക്യാരറ്റുള്ള സ്റ്റോൺ ബ്രിട്ടീഷ് രാജവസ്ത്രത്തിലും രണ്ടാമത്തേത് കിരീടത്തിലും മറ്റു 2 ബക്കിംഗ്ഹാം പാലസിലെ റോയൽ കളക്ഷനിലുമാണുള്ളത്. ലോകത്തെ തന്നെ രണ്ടാമത്തെ വലിയ വജ്രം കണ്ടെത്തിയതിനു പിന്നാലെ ബോട്സ്വാനയിലെ കരോവ് ഖനികളിൽ നിന്ന് ലുക്കാര ഡയമണ്ട് കോർപ്പറേഷൻ 1904 ക്യാരറ്റുള്ള മറ്റൊരു വജ്രം സെപ്റ്റംബർ 15 കണ്ടെത്തിയിട്ടുണ്ട്. റിസർച്ച് ഡെസ്ക് 24. ആഹാ, കാണാൻ എന്തൊരു ഭംഗി. നേരിട്ട് കാണുമ്പോൾ നല്ല തിളക്കം ഉണ്ടാവുമോ എന്തോ അറിയില്ല. നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും കൊള്ളാം സംഭവം. പ്രജൻ ഇടവേളയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു സീരിയസ് ചോദ്യം ചോദിച്ചിരുന്നു. ചില പ്രേക്ഷകരൊക്കെ പറയുന്നുണ്ട് ഇത്തിരി കടുകട്ടി ചോദ്യമാണെന്ന്. അങ്ങനെയാണോ? പക്ഷെ ഒരുപാട് പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരുപക്ഷെ ഇങ്ങനെ ചിന്തിച്ചാണല്ലേ ഈ രീതിയിൽ. അതല്ലാതെ 225 ദിവസം കൊണ്ട് ഭൂമിയെ ഒരു തവണ ചുറ്റിക്കറങ്ങുന്ന ഗ്രഹമേത് എന്ന ചോദ്യം പലപ്പോഴും ചോദിക്കാറുണ്ട്. പക്ഷെ ഈ രീതിയിൽ അതേ ഗ്രഹം തന്നെയാണ് ഒരു ദിവസം പൂർത്തിയാക്കാൻ 243 ദിവസം എടുക്കുന്നത്. അതായത് അത് ഭൂമിയിലെ ഒരു ദിവസത്തിന് കണക്കമായ ദൈർഘ്യം നോക്കുമ്പോൾ 243 ദിവസം എടുത്താണ് ഒരു തവണ അതിനെ സ്വയം അച്ചുതണ്ടിൽ ഇങ്ങനെ കറങ്ങുന്നത്. ആ ഗ്രഹം ഏതാണെന്നായിരുന്നു ചോദ്യം. അത് ശുക്രനാണ്, വീനസ്. അപ്പോൾ ശരി ഉത്തരം ആദ്യം പറഞ്ഞിരിക്കുന്നത് അരുൺ സിജോ എന്ന് പറയുന്നൊരു പ്രേക്ഷകനാണ്. അരുൺ സിജോ വീനസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ ചോദ്യം ഒന്നുകൂടി ഉണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഒരു വർഷം പൂർത്തിയാവാൻ 225 ദിവസവും ഒരു ദിവസം എന്ന കണക്കിന് 243 ദിവസം ഭൂമിയിൽ നിന്ന് സമാനമായ അത്രയും സമയം എന്തുകൊണ്ട് സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങാൻ എടുക്കുന്നു ശുക്രൻ എന്നൊരു കാരണം ഉണ്ടാവല്ലോ. ആ കാരണം എന്താണെന്ന് കൂടി പറയും. നോക്കാം. നമ്മുടെ ക്യാമറ ടീം നിന്ന് ചിരിക്കുന്നു. നമുക്ക് അടുത്ത റിപ്പോർട്ടിലേക്ക് പോവാം. നിറഞ്ഞ സദസ്സിന്റെ കയ്യടി നേടി പ്രദർശനം തുടരുകയാണ് സ്കൂൾ വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഒരു സിനിമ. കോഴിക്കോട് അരിക്കുളം KPMS സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ തിയേറ്ററിലെത്തിച്ച ഉപ്പ് എന്ന ചിത്രമാണ് ശ്രദ്ധ നേടുന്നത്. ലാഭവിഹിതത്തിലെ നിശ്ചിത തുക വയനാട് മുണ്ടക്കൈ ദുരന്ത ബാധിതർക്ക് നൽകാനും വിദ്യാർത്ഥികൾ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാവരും ഒരു വില കുറഞ്ഞ പദാർത്ഥമായാണ് ഉപ്പിനെ കാണുന്നത്. എന്നാൽ ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്കും ഒഴിവാക്കാനുമാകില്ല ഉപ്പിനെ. ആ ഉപ്പ് തന്നെയാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രം. വലിയ സിനിമ ഏറ്റെടുക്കുന്ന രീതിയിൽ തന്നെ ഇത് ഏറ്റെടുത്തു. അതിൽ വലിയ സന്തോഷമുണ്ട്. ഒരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നമുക്കെന്താ പറയുക, പ്രതീക്ഷയുണ്ട് പലതിലും. വളരെ നല്ല സിനിമയാണ്. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ്. കുറച്ച് സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. നല്ല സിനിമ. ഒരു പെൺകുട്ടി തൻ്റെ സഹപാഠിയുടെ പ്രശ്നങ്ങളെ കണ്ടെത്തി കൂട്ടുകാരുടെയും ഗുരുക്കന്മാരുടെയും സഹായത്തോടെ അത് പരിഹരിക്കുന്നതാണ് സിനിമയുടെ പ്രമേയം. അരിക്കുളം KPMS സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമാണ് 1 മണിക്കൂർ ദൈർഘ്യമുള്ള ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസമായി സംസ്ഥാനത്തെ വിവിധ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ് ചിത്രം. കളക്ഷന്റെ ഒരു വിഹിതം വയനാടിന് നൽകാനും ഇവർ മറന്നില്ല. ഒപ്പം അരിക്കുളം പാണ്ടിപ്പാറ ഗ്രാമങ്ങളുടെ ഭംഗിയെയും സിനിമയിൽ കാണാം. 24 കോഴിക്കോട്. നമുക്കിനി വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സ്റ്റോറിയിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഓരോ മനുഷ്യൻ്റെയും ജീവിതം വേറിട്ട കഥകളാണ്, നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ അതിൽ ചിലത് നമുക്ക് പ്രചോദനമാകും. ബംഗളൂരുവിൽ കഴിഞ്ഞ 16 വർഷമായി ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാളുണ്ട്. ഒരു 75-കാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജീവിത കഥയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. M.Ed പഠനം പൂർത്തിയാക്കി മുംബൈയിലെ ഒരു സ്വകാര്യ കോളേജിൽ 23 വർഷം ഇംഗ്ലീഷ് അധ്യാപകനായി ജോലി ചെയ്ത ബംഗളൂരു സ്വദേശി പട്ടാഭിരാമനാണിത്. 2008 ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം ഇനി എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന് പട്ടാഭിരാമൻ കണ്ടെത്തിയ ഉത്തരമാണ്
ഈ 3 ചക്ര വണ്ടി I tried to find a suitable job for my sake after retirement, but I could not find a proper option. It was a great disappointment for me. Then I started doing with this. I selected the same job. പ്രായമായാലും മറ്റാരെയും ആശ്രയിക്കാതെ ജീവിക്കണമെന്ന ഉറച്ച നിലപാടുമുണ്ട് ഈ 75-കാരന്. To be own boss. Myself, I want to be a boss. Independently, I want to live. So that is why work is worship. And moreover, struggle for the existence. To live over here, we have to do something. So that is why I try to find a suitable job for my sake after retirement. Self-sufficient and self-independent and moreover self-boss. നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഓട്ടോ ഡ്രൈവറെ പരിചയപ്പെട്ട ബംഗളൂരുവിലെ ഡിസൈനറായ നികിത അയ്യർ സമൂഹ മാധ്യമങ്ങളിൽ ഒരു കുറിപ്പ് പങ്കുവച്ചു. ഇതിലൂടെയാണ് പട്ടാഭിരാമന്റെ ജീവിതകഥ പുറം ലോകമറിഞ്ഞത്. സജിൽ ഗുരുവായൂരിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24 ബംഗളൂരു. വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മുടെ പരിപാടി അവസാനിക്കാറായി. അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ് പ്രജൻ? ഒന്നുമില്ല, ശുക്രൻ നമുക്കറിയാം. അത് നമുക്ക് നമ്മൾ ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ വെട്ടിത്തിളങ്ങി നിൽക്കുന്ന ഒരു ഗ്രഹത്തെ നമുക്ക് എപ്പോഴും കാണാം. അത് ശുക്രനാണ്. കാരണം അവിടുത്തെ അന്തരീക്ഷം ആ രീതിയിലാണ് എന്ന് പറയാം. കാരണം അത്രമാത്രം സാന്ദ്രതയുള്ള, എപ്പോഴും കൊടുങ്കാറ്റുകളൊക്കെ വീശിയടിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ്, ഒരു അന്തരീക്ഷമാണ് ശുക്രനുള്ളതുകൊണ്ട്. അത്രയും സാന്ദ്രതയേറിയ ആ അറ്റ്മോസ്ഫിയർ ഉള്ളതുകൊണ്ട് അത് ഒറ്റയ്ക്ക് തിരിയാൻ അത്രയും സമയം എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരു വർഷത്തേക്കാൾ വലിയ ദൈർഘ്യമേറിയ ഒരു ദിനമാണ് ശുക്രനിലേതെന്ന് പറയാൻ കാരണം അതാണ്. അത്രയും സമയമെടുത്ത് ഒരു പരിക്രമണം അല്ലെങ്കിൽ ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നത്, ഒരു സ്വന്തം അക്ഷരത്തിൽ ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ കാരണം അവിടുത്തെ സാന്ദ്രതയേറിയ അന്തരീക്ഷമാണ് എന്നതാണ് എൻ്റെ ഉത്തരം. ഇപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരമായല്ലോ. ഇനിയിപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഒരു സ്പോർട്സ് വാർത്തയിലേക്ക് കൂടി കിടക്കാം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ FC ബാഴ്സലോണ എന്ന കളത്തിൽ ആഴ്സണൽ, അത്ലറ്റിക്കോ മാഡ്രിഡ് ടീമുകൾക്കും ഇന്ന് മത്സരമുണ്ട്. ഹാൻസി ഫ്ലിക്കിന് കീഴിൽ പഴയ പ്രതാപത്തിലേക്കുള്ള പാതയിലാണ് FC ബാഴ്സലോണ. സ്പാനിഷ് ലീഗിൽ 5-ൽ 5 കളിയും ജയിച്ച് 1-ാം സ്ഥാനത്തുള്ള കറ്റാലൻസ് ചാമ്പ്യൻസ് ലീഗിലും കുതിക്കാനിറങ്ങുന്നു. രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ എതിരാളികൾ ഫ്രഞ്ച് ക്ലബ് മൊണോക്കോ. റോബർട്ട് ലെവൻഡോവ്സ്കി, ലമീൻ യമാൽ, റഫീഞ്ഞ കൂട്ടുകെട്ടിലാണ് ബാഴ്സയുടെ ഗോൾ പ്രതീക്ഷകൾ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ അപരാജിത കുതിപ്പ് ചാമ്പ്യൻസ് ലീഗിൽ ആവർത്തിക്കാൻ ആഴ്സണലും ഇറങ്ങുന്നു. യൂറോപ്പ ലീഗ് ജേതാക്കളായ ഇറ്റാലിയൻ ക്ലബ് അറ്റ്ലാന്റയാണ് ഗണ്ണേഴ്സിന്റെ എതിരാളികൾ. സ്പാനിഷ് ക്ലബ് അത്ലറ്റിക്കോ മാഡ്രിഡ് ജർമ്മൻ ക്ലബ് RB ലൈപ്സിഷിനെയും നേരിടും. ജർമ്മൻ ചാമ്പ്യന്മാരായ ബെയർ ലെവർക്യൂസനും ആദ്യ പോരാട്ടത്തിനിറങ്ങും. രാത്രി 10:15 നടക്കുന്ന മത്സരത്തിലെ എതിരാളികൾ ഫെയ്നൂർഡ്. സ്പോർട്സ് ഡെസ്ക് 24. യെസ്, അപ്പോൾ ഇന്നത്തെ ഗുഡ് നൈറ്റ് ഷോ വൈൻഡപ്പ് ചെയ്യാൻ സമയമാവുന്നു. കുറേയധികം വാർത്തകളും വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം. ആ ഉത്തരം ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഇസാക്സ് MP. ഇസാക്സ് ആണോ ഐസക്സ് ആണോ അറിയില്ല. ഇസാക്സ് MP എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ നേരത്തെ ഞാൻ പറഞ്ഞ കാരണം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക കമന്റ് ബോക്സിലും, ഒപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും 24ന്റെ പേജിൽ പോയി നിങ്ങൾക്ക് നമ്മുടെ ഷോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. അപ്പോൾ നാളെ കാണാം അല്ലേ. ബാക്കി എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് നൈറ്റ്, ശുഭരാത്രി, ബൈ.